നമ്മളെ കുട്ടികളെ കയ്യിൽ എന്താ ഉള്ളത്? ഗണ്ണെടുത്തിട്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ബിൽഡിങ്ങും വെച്ച് രാജാവിനും വെച്ച് മന്ത്രിനും വെച്ച് എന്നിട്ട് പിന്നെയും ഗണ്ണ് കടടുത്ത് പിന്നെയും കുച്ചു 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 എന്ന് പറഞ്ഞാൽ വെച്ചുകൊണ്ട് പോവാൻ. എന്തിനാണ് ഈ കുട്ടികളെ ഡിസ്ട്രക്റ്റീവിലേക്ക് കൊണ്ടുപോകുന്നത്? തകർത്തെറിയുന്ന മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്താ സംഭവം? ഈ ഗെയിം എവിടെ നിന്നാണോ രൂപാന്തരപ്പെട്ടത് അത് കുറെ കാലങ്ങൾക്ക് മുമ്പേ കളിച്ചു തുടങ്ങിയ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ സ്വന്തം 9 വയസ്സുകാരനായ 4ാം ക്ലാസ്സുകാരനെ വെടിവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. US-ലും മറ്റുള്ളിടത്തൊക്കെ ചെറിയ മക്കളെ വെടിവെക്കാൻ തുടങ്ങുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാണ്. ഇപ്പൊ ഐ ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നുണ്ട്. ഐ ഡ്രൈനസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ? എന്താ ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞാല് ഈ കാണുന്ന സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഐ ഡ്രൈനസ് കൂടുതൽ വന്നത്. ഐ ഡ്രൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ഒന്നാകെ ഒരു വരണ്ട അവസ്ഥയുണ്ടാവുക. കണ്ണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കടുത്തും വലത്തും ഒക്കെ റൗണ്ടിലൊക്കെ പോകേണ്ട സാധന. അതിനെ നമ്മൾ പലയിടത്തേക്ക് നോക്കണേ. എങ്ങോട്ടും നോക്കാതെ ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ ബാക്കിയുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെടുകയും ഒന്ന് മാത്രം ക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കണ്ണിന്റെ സാധനങ്ങളൊക്കെ അടിച്ചു പോകും. അതിന്റെ പേരാണ് ഐ ഡ്രൈനസ്. ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇത്രയും കൂടുതൽ ഇറങ്ങുന്നത്. എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട്, അവനിപ്പോ എംഫാം കഴിഞ്ഞ് PhD കഴിഞ്ഞിരിക്കാൻ. അവൻ പറയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടെത്തുന്നത് ഐ ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. കാരണം അധിക ഭാവിയിലല്ലാതെ സമീപ ഭാവിയിൽ തന്നെ സത്യത്തിൽ കുട്ടികൾക്ക് കണ്ണിന് അസുഖം വരുന്ന അസുഖങ്ങൾ ഭയങ്കരമായിട്ട് കൂടാൻ പോവാണ്. ഇപ്പതാ ഇവിടെ ഒരു 4-5 ആൾക്കാരായിരിക്കും ഈ സദസ്സിൽ കണ്ണട വെച്ചിരിക്കുന്നുണ്ടാവുക. എന്നാൽ ഒരു കാലം അത് വിദൂരമല്ല, ഒരു സദസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ 4-5 ആൾക്കാർക്ക് കണ്ണട ഉണ്ടാവില്ല, ബാക്കി എല്ലാവർക്കും കണ്ണട ഉണ്ടാവും. ഇങ്ങനെ കണ്ണിന്റെ കാഴ്ച. ഇപ്പൊ കുട്ടികൾക്ക് ബാലൻസ് നഷ്ടപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുമ്പോഴുള്ള ബാലൻസ് പോവാൻ. എത്രയോ കുട്ടികൾക്ക് ഈ അസുഖം വരിക. എന്താ കാരണം? തലകളും ഇതൊക്കെ സഞ്ചരിക്കേണ്ട അടുത്തേക്ക് സഞ്ചരിക്കണില്ല. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ കഴുത്തിന്റെ ഭാഗത്ത്, നെക്കിന്റെ ഭാഗത്ത് വെയിൻസ് ഒക്കെ അതേപോലെ ആയിട്ടതൊന്നും തിരിയാതെ ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, വാട്സപ്പ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, അത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാനതിനെ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ കുട്ടികൾ തന്നെ ഭാവിയിൽ നമ്മുടെ നെഞ്ചിന് പിടിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. ഒരു കുട്ടി എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, അവള് MDMA അടിക്കുന്നത്. MDMA മയക്കുമരുന്നിൽ ഏറ്റവും ശക്തമായ സാധനമാണ്. ഞാൻ ചോദിച്ചു, മോളെ നീ എങ്ങനെ അത് അടിക്കാൻ തുടങ്ങിയത്? ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാർ ഈ കൊറോണ സമയത്ത് മൊബൈൽ മുഴുവനും എൻ്റെ കയ്യിലായിരുന്നു. ആണല്ലോ, ഇപ്പൊ ഈ കൊറോണ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് തീരെഴുതി കൊടുത്തില്ലേ? ആധാരം എല്ലാം, അടിയാധാരവും കാണം തീരും ഒക്കെ കുട്ടികളുടെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തായി? മെല്ലെ ഇതങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി രാത്രിയും ഞാനത് നോക്കിയിരിക്കും. പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ ഞങ്ങളിപ്പോൾ കണ്ടോരൊന്നും കാണാനില്ലാതായല്ലോ. അപ്പോൾ ഒരു ഹായ് മെസ്സേജ് വന്നു, തിരിച്ചയച്ചു. അതിനെൻ്റെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മെസ്സേജുകൾ അയച്ചയച്ച് 1 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണം, ഇനി ഞാൻ കിടക്കട്ടെ എന്ന്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത്രേ, ഉറങ്ങാതിരിക്കാനുള്ള മരുന്ന് ഞാൻ എനിക്ക് തരണ്ടെന്ന്. അപ്പൊ ഇവള് തമാശ പറഞ്ഞത് നയ്യ് കൊണ്ടുവരുന്നു. അങ്ങനെയാണല്ലോ മെസ്സേജ് അയക്കുമ്പോൾ വേറെ തമാശയിൽ ഓരോന്ന് പറയല്ലോ. അവൻ കൊണ്ടുവന്നു പിറ്റേന്ന്. ഇവള് പറയാണ്, എനിക്കറിയില്ലായിരുന്നു ഇത് എന്താണെന്ന്. ഒരു വെള്ള പൗഡർ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന മാതിരിയൊക്കെ ചെയ്തിട്ട് കത്തിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ മതി, പിന്നെ നിനക്ക് ഉറക്കം വരൂല്ല എന്ന്. ഇന്ന് ആ കുട്ടി ഉറക്കം വരാത്ത കുട്ടിയാണ്. ആ സാധനത്തിന്റെ പേരാണ് MDMA അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഉറങ്ങൂല, വേറെ ലെവലിൽ ഇങ്ങനെ നടക്കലാണ്. പെൺകുട്ടികളെപ്പോലും വഞ്ചിതമാക്കിയ ഈ സാധനത്തിന്റെ പേരാണ് മൊബൈൽ. ഞാൻ മൊബൈലിന് ഡെഡ്ലി അഗെയിൻസ്റ്റ് അല്ല. ഞാൻ പറഞ്ഞാൽ അത് ഉപയോഗിച്ചോട്ടെ, പക്ഷെ അത് കൃത്യമായി ലൈന് കൃത്യമാക്കി നമ്മൾ കൊടുക്കണം. ഗാനം കേൾക്കുമ്പോൾ വരെ അനുവദിക്കപ്പെട്ടതുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. DJ പാട്ടുകളിട്ട് ആടുന്നവരോട് ഞാനതിനെ ആകെ എതിർത്ത് എല്ലാ സമുദായത്തെയും കുറ്റപ്പെടുത്തല്ല. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ DJ എന്ന് പറയുന്ന സാധനം വിദേശ രാജ്യങ്ങളിലാണ് നടക്കുന്നത്. അതിന്റെ ക്ലബിലൊന്ന് ആരെങ്കിലും പോയവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. 2 മണിക്കൂറും 3 മണിക്കൂറും നിന്നിട്ട് DJ മ്യൂസിക് ഇട്ടാടണമെങ്കിൽ ഉള്ളിലേക്ക് മയക്കുമരുന്ന് ചെല്ലണം. DJക്ക് അനുസരിച്ചിട്ട് 10 മിനിറ്റ് കൂടുതൽ സ്വാഭാവികമായ ഒരു മനുഷ്യന് ഡാൻസ് ആടാൻ പറ്റൂല. എന്നാൽ ഈ ഡാൻസ് തുടരണമെങ്കിൽ മയക്കുമരുന്ന് അടിക്കണം. നിങ്ങൾ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലത്തൊക്കെ, അവിടെയുള്ള എല്ലാ ക്യാമ്പസൊന്നും അല്ല, എല്ലാ മോശമൊന്നുമല്ല ബാംഗ്ലൂരിൽ, അവിടെയൊക്കെ ചില ക്യാമ്പസുകളൊക്കെ ഉണ്ട്. അവിടുത്തെ കുട്ടികളൊക്കെ രാത്രി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് ഓരോ DJ ക്ലബിലേക്ക്. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ലോ, നമ്മുടെ പ്രദേശമോ ആകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ രക്ഷിതാക്കൾക്ക് തീരെ ശ്രദ്ധയില്ലാതെ പോയാലുള്ളൊരു അവസ്ഥ എന്താണ് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എവിടെയോ സൂചിപ്പിച്ചു ഒരിക്കൽ, ഈ കിഡ്നി എന്ന് പറഞ്ഞ സാധനം രാവിലെ എഴുന്നേറ്റാൽ ആവശ്യപ്പെടുന്നത് എന്താണ്? വെള്ളമാണ്. 7 മണിക്കൂറാണ് നമ്മളെ കുട്ടികൾ ഉറങ്ങുന്നത്.
രാത്രി 10 മണിക്കാണ്ട് ഉറങ്ങിയാൽ രാവിലെ 6 മണി വരെയൊക്കെ 5:30 വരെയൊക്കെ ഉറങ്ങുകയാണ്. ഇത്രയും മണിക്കൂർ ഉറങ്ങിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾ എ സിയിലും കൂടിയാണ് കിടക്കണമെങ്കിൽ കുറച്ചും കൂടി ബാഷ്പീകരണം കൂടിയിട്ടുണ്ടാവും. എ സി ഇത്ര സുഖാന്ന് നമ്മൾ വിചാരിച്ചത് സത്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. ഏതായിരുന്നാലും ഇതും കണ്ട് നടന്ന് ഈ ഫങ്ഷൻസ് കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മളെ കിഡ്നി ഇങ്ങനെ ആവശ്യപ്പെടുന്നത് വെള്ളം. ഈ കൊച്ചു കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് വളരെ ദാഹത്തോടു കൂടി നിൽക്കുന്ന കിഡ്നിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. നമ്മൾ ഇവിടുത്തെ രക്ഷിതാക്കളാണ്. നമ്മളെ മക്കൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ആദ്യം കൊടുക്കേണ്ടത് ബ്രഷ് ചെയ്തതിന് ശേഷം ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ്. ആ വെള്ളം കുടിച്ചാൽ തന്നെ എന്താവും? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഡയാലിസിസ് സെന്ററിൽ പോയാൽ പണ്ടൊക്കെ 60-70 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ കാണുള്ളൂ. ഇപ്പൊ 13 വയസ്സുകാര് 14 വയസ്സുകാര് ഇവരൊക്കെയാണ്. നമുക്ക് കുട്ടികൾക്ക് ഒരു മന്തി കൊണ്ടുവരുമ്പോഴേക്ക് അതിന്റെ കൂട്ടത്തിൽ കൊക്കോക്കോളയും പെപ്സിയും നിർബന്ധമാവുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ റൊണാൾഡോ പോലുള്ള ആൾക്കാർ കളി കഴിഞ്ഞിട്ട് കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് തന്റെ ബാഗിലുള്ള വെള്ളം മാത്രം എടുത്താണ്ട് കുടിക്കുകയാണ്. നമ്മൾ അനുകരിക്കുന്നത് അവരെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അവരമായിരെങ്കിലും നമ്മളൊന്നും ആകണ്ടേ? അവരത് കുടിക്കാതെ മാറ്റി വെക്കാണ്. കാരണം അവര് യഥാർത്ഥത്തിൽ എന്ത് നോക്കുന്നുണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി നോക്കുന്നുണ്ട്. 37-ാമത്തെ വയസ്സിലും 17-കാരനേക്കാൾ ഹൈറ്റിൽ ചാടുന്നത് അതുകൊണ്ടാണ്, തന്റെ ശരീരം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്കിലും നമുക്കൊന്ന് നോക്കിക്കൂടെ? ഞാനിവിടെ അതിന്റെ ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയല്ല. എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലൊക്കെ അനുവദിക്കപ്പെട്ട എന്തെങ്കിലുമൊക്കെ അതേമാതിരി സെവനപ്പോ എന്തൊക്കെ കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ, അനുവദിക്കപ്പെട്ടെ. എന്നത് കിട്ടണമെന്ന് വിചാരിച്ചാൽ കിഡ്നി ഫെയിലർ ആകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിലെന്താ അത്ര സംശയമുള്ളത്? എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഡോക്ടർ ഇക്ബാൽ. അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി. RCCയിലെ ചീഫ് ഡോക്ടർ ആയിരുന്നു. RCCയിലെ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് ചീഫ് സർജൻ. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഈ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരോട് പറയണം, ഹാൻഡ്സ് എന്ന് പറഞ്ഞ സാധനം ഒന്ന് ലെഫ്റ്റ് സൈഡിൽ, ഒന്ന് റൈറ്റ് സൈഡിൽ, ഒന്ന് മിഡിൽ, ഒന്ന് ഇപ്പുറത്ത്, ഇങ്ങനെയൊക്കെ വെക്കുക. ഞാൻ ഈ കുട്ടികളോട് പറയാണ്, നിങ്ങളാരത് ഉപയോഗിക്കുന്നവരൊന്നും ഉണ്ടാകൂലായിരിക്കാം, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുക, RCCയിലൊന്ന് പോവുക. അവിടെ നിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഇതിലൂടെ ഈ കവിളിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന അനേകം കുട്ടികളെ കാണാൻ പറ്റും. അവരിങ്ങനെ കൈകൂപ്പിയിട്ട് നമ്മളോട് പറയും, നിങ്ങൾ എല്ലാവരോടും പറയണം കേട്ടോ, ഹാൻഡ്സ് തിന്നരുതെന്ന് പറയാം. അവർക്ക് സംസാരിക്കാനേ സുഖം ഉണ്ടാവില്ല. ആ അവസ്ഥയിൽ നമ്മളോട് കെഞ്ചിയാണ്. കാരണം ഹാൻഡ്സ് വെച്ച് കവിളിന് ഓട്ടയായി ക്യാൻസർ വന്നിരിക്കാൻ. അപ്പൊ ചില കുട്ടികൾക്ക് തോന്നിപ്പോകും ഹാൻഡ്സ് വെക്കാത്തവർക്കും ക്യാൻസർ ഒക്കെ വരുന്നില്ല എന്ന്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഡോക്ടർ ഇക്ബാൽ സാർ എന്നോട് പറഞ്ഞു, 10 ആളെ എടുത്തു കഴിഞ്ഞാൽ, സാധാരണക്കാരായ 10 ആൾ, ഹാൻഡ്സ് ഉപയോഗിക്കാത്ത 10 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ 8 ആൾക്കാരും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാം. 2 ആളുകൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്, ഹെറിഡിറ്ററി ഒക്കെ ആയിട്ട് വരും. എന്നാൽ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന 10 ആൾക്കാരെടുത്താൽ അതിൽ 8 ആളുകൾക്കും എന്തായാലും ക്യാൻസർ വരും. ഇറ്റ്സ് ഷുവർ. ഇതാണ് ഇന്ന് കേരളത്തിന്റെ കണക്ക്, ഇന്ത്യയുടെ കണക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹാൻഡ്സ് മുതൽ നമ്മുടെ കുട്ടികൾ തുടങ്ങുന്നു. നമ്മളെ കുട്ടികൾ എന്നെല്ലാം പറയാം, നമ്മുടെ പ്രദേശത്ത് എവിടെയൊക്കെയോ അതൊക്കെ ഒഴിവാക്കി മാറ്റിമറിക്കാൻ നമുക്ക് പറ്റണം. സെലിബ്രേഷനെ നമ്മൾ വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പേടിക്കണം. എന്താ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ? ആഘോഷ ദിവസങ്ങൾക്കാണ്, ഡേയ്സിനാണ് നമ്മൾ സെലിബ്രേഷൻസ് എന്ന് പറയാം. എന്താ സെലിബ്രേഷൻ? ആഘോഷ ദിവസങ്ങളാണ്. ആഘോഷ ദിവസം എന്ന ഒന്ന് ബർത്ത്ഡേയുടെ ദിവസമാണ്. ബർത്ത്ഡേന്റെ അന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, കൂട്ടുകാരോടൊപ്പം പുറപ്പെടുക, എന്നിട്ട് എങ്ങോട്ടോ പോവുക. ബർത്ത്ഡേ ആഘോഷിക്കണ്ട, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ബർത്ത്ഡേയുടെ പേരും പറഞ്ഞിട്ട് രാത്രി വെളിപ്പോരിൽ നിന്നിട്ട് കുട്ടികൾ മദ്യപിച്ച് ശീലിക്കുകയാണ്. എത്രയോ കുട്ടികൾ എനിക്കറിയാം, ബർത്ത്ഡേയുടെ ദിവസം ഇത് തുടങ്ങി വെച്ചവർ, വിവാഹത്തിന്റെ തലേ ദിവസം ഇത് തുടങ്ങി വെച്ചവർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, ഈ ഇരിക്കുന്ന ഓരോ ആളുകളുമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കുക. ദീനിയായ ഇതൊരു മദ്രസയാണ്. ഈ മദ്രസയുടെ സ്ഥാപനമായ ഇവിടെ ഇതിന്റെ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതുമായി ബന്ധപ്പെടുത്തി അതിമനോഹരമായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മിനിയാന്ന് നമ്മൾ IAS-കാരന്റെ സിവിൽ സർവീസുകാരന്റെ നാട്ടിൽ പരിപാടിക്ക് പോയപ്പോ ഇതുപോലെയുള്ള മദ്രസയാണ്. ആ മദ്രസയിൽ 7 കൊല്ലം പണ്ഡിതനായി പഠിച്ചിട്ടാണ് സിവിൽ സർവീസ് പാസ്സായിട്ട് ഷാഹിദ് എന്ന് പറയുന്ന എന്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കുട്ടികളെ മതമൂല്യത്തിലൂടെ വളർത്തുക എന്നതാണ്. ആ മതമൂല്യത്തിലൂടെ വളർത്തുമ്പോൾ അവരുടെ ഡക്സ് നമ്മൾ ആലോചിക്കണം. ഇന്നലെ മിനിയാന്ന് ഇവിടെ ഹൈത്തമിക്ക വന്ന് സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും പറഞ്ഞോട്ടെ, നിയോ ലിബറലിസത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം. എന്താണ് പുതിയ കാലഘട്ടങ്ങളിലൂടെ പോകുന്നത് എന്ന്. ഒരിക്കലും നിങ്ങൾ ലോകത്തിലെ ഓരോ സ്ഥലത്തും മതമില്ലെന്ന്
പറയല്ലേ. ഇവിടുത്തെ ഏതൊക്കെയോ ആളുകള് മതമില്ലാത്ത അവസ്ഥകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ 100 കൊല്ലം മുമ്പ് UK ചവറ്റുകുട്ടയിലേക്ക് ഇട്ടതിന്റെ പേരാണ് ലിബറലിസം. 100 വർഷം മുമ്പ് അമേരിക്ക വലിച്ചു കറിഞ്ഞ സാധനമാണ് ലിബറലിസം. ഇന്ന് അവിടെ പോയാൽ നിങ്ങൾ അതൊന്നും വല്ലാണ്ട് കാണൂല. ഇന്ന് നിങ്ങൾ US പോ, ഇവിടെ ആരെങ്കിലും പോയവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉള്ളവരോട് ചോദിച്ചു നോക്ക്. കഴിഞ്ഞ റമദാനിൽ, അടുത്ത റമദാൻ വരാൻ പോവാൻ, ഈ കഴിഞ്ഞ റമദാനിൽ എന്റെ പ്രിയപ്പെട്ട ഒരാൾ സുഹൃത്തിന്റെ മകൻ ഇംതിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാണ്, കഴിഞ്ഞ റമദാനില് US ന്യൂയോർക്ക് സിറ്റിയില് മെയിൻ ജാമിയ മസ്ജിദില് റമദാനിൽ ഒരു പിരിവ് നടത്തി. എല്ലാവർക്കും വിവിധ ഭക്ഷണം വിതരണം ചെയ്യാൻ. അന്ന് പിരിഞ്ഞു കിട്ടിയത് എത്രയെന്നറിയോ? കേട്ടാൽ നിങ്ങൾ അന്തിച്ചു പോകും. 10 ലക്ഷത്തി ചില്ലാനം കോടിയാണ്. 10 കോടിയിലേറെ രൂപയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ പിരിക്കപ്പെട്ടത്. അതാണ് ന്യൂയോർക്ക്. അതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അമേരിക്കയിൽ പോ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പള്ളിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് പലയിടത്തും. അവിടെ ജുമാക്ക് വേണ്ടി സ്ഥലം തരുന്നത് ആരാന്നറിയോ? വെള്ളിയാഴ്ച ജുമാ വരുമ്പോ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് അവിടെ ചർച്ച് വിട്ടു തരുന്നത്. എന്നിട്ട് അവരതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയാണ്. അത്രത്തോളം മാന്യത അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം നമ്മളോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ UK പോ, ഞാൻ പോയിട്ടുണ്ട് അവിടെ പരിപാടിക്കൊക്കെ. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവിടെ. 100 കണക്കിന് പള്ളികളാണ് ഇസ്ലാമിന് വേണ്ടി പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സൊസൈറ്റി വിട്ടുകൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോ, ഞാനും പ്രിയപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പോയിട്ടുണ്ട് അവിടെ. ഈ ചർച്ചിൽ നമ്മൾ പോയിട്ടുണ്ട്. ആ ചർച്ച് ഇപ്പോൾ മസ്ജിദാണ്. ആരും പിടിച്ചടക്കിയതല്ല, ക്രിസ്ത്യൻ സമൂഹം കൊടുത്തതാണ്, ദാനമായി നൽകിയതാണ്, ചിലതൊക്കെ വാങ്ങിയതാണ്. അത്രയും സൗഹാർദ്ദപൂർവ്വമാണ് എല്ലായിടത്തും പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തകർന്നടിയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. നമ്മുടെ മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും കണ്ണൂരിലുമൊക്കെ ദീന് പടിയിറങ്ങുമ്പോ ലണ്ടനിലും അമേരിക്കയിലും ഫ്രാൻസിലും ന്യൂയോർക്കിലും ഇതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതോ കാലഘട്ടത്തിൽ എങ്ങോട്ടോ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങല്ലേ സഹോദര. എന്തൊക്കെയോ ഗോസിപ്പുകൾ കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകല്ലേ. പകരം യശസ്സോടെ നിൽക്കാൻ നമുക്ക് പറ്റണം.